ചാനൽ. ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു ഡേ മൈ ലൈഫാണ്. സോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഉമ്മായിരിക്കുകയാണോ, വേറെ പരിപാടിയൊന്നുമില്ല. സോ വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇവരെ. പക്ഷേ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സോ ഇവിടെ ചുമ്മാ ഇരിക്കുകയാണ് ഗൈസ്. എനിക്കൊക്കെ ഇവിടെ ഒരു കള്ളൻ ഇരിപ്പുണ്ട്. എന്തെടുക്കുക പിന്നെ ഇങ്ങനെ ആരോടും അങ്ങനെ മൈൻഡ് ചെയ്തൊന്നുമില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക കൂടുതലും പരിപാടി. ഇങ്ങനെ സ്പെട്ടെ അപ്പം എങ്ങനെ തുറക്കുന്നേ? ഓക്കെ കണ്ടിരിക്കുന്നുണ്ടോ? അവിടെ ആരോടും മിണ്ടത്തില്ല. ഇവനിങ്ങനെ അലോണായിട്ടിരിക്കുന്ന ഇഷ്ടം. ഡിപ്രഷനാണെന്നാണ് പറഞ്ഞു. ചുമ്മാ കിടന്ന് ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കും ഗൈസ്. അടുത്തത് കുറേ ഗപ്പിയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. മീൻ കണ്ടിട്ട് ആളെടുത്ത് ഗപ്പി തന്നെയാണ് ഗൈസ്. അപ്പം ഇവർ കുറേ പേരുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നിന്നൊക്കെ കുറേ പ്രകൃതിരമണീയമായ കാഴ്ചകൾ കാണാമെന്ന് വിചാരിക്കുന്നു. പറ്റുണ്ട് ചെറുതായിട്ട്. ഇപ്പുറത്തെ ഒരു വീട്ടിലാണെങ്കിൽ പുതിയ വീട് വെക്കുന്നതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ കുറേ പ്ലാന്റ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കുറേ ടൈപ്പ് പാവകളെ കാണാൻ ഇവിടെ എല്ലാം എനിക്ക് ക്യൂട്ടാണ്. എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് കുറേ ടൈപ്പ് പാവകളെ കാണാൻ ഇവിടെ എല്ലാം എനിക്ക് ക്യൂട്ടാണ്. എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ടല്ലേ? പിന്നെ ഈ അവള് പോലത്തെ ഇതും ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ ഇത് ബ്ലൗസ് കട്ട് ചെയ്തൊരു അളവെടുക്കുകയാണ്. പരീക്ഷണ ശ്രമം ഇപ്പോൾ കാണുന്നത് നമ്മളിവിടെ. ഞങ്ങളിങ്ങനെ റീലെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തെങ്കിലുമൊക്കെ റീൽ ചെയ്താലോ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ എനിക്കിപ്പോൾ കണ്ടില്ല, തുണി തയ്ക്കണം അമ്പലത്തിൽ പോയി. പിന്നെ അമ്പലത്തിൽ പോകുന്നതിന് പ്രത്യേകിച്ച് ഡ്രസ് കോഡൊക്കെ ഉണ്ട്. അപ്പോൾ സോ നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ സാരി ഉടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം. ഞങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല അതെങ്ങനെ ചെയ്യണമെന്നൊന്നും. ഒരു പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല, എന്ത് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെ ചുമ്മാതിരിക്കുന്നു. കണച്ചേട്ടനാണ് നൂല് വാങ്ങാൻ പോയേക്കാണ് ഗൈസ്. കാണുന്ന ഇവർ തുണി തയ്ക്കാൻ വേണ്ടി വെട്ടുന്നതാണ് കാണുന്നത്. അതിനുവേണ്ടി അളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണച്ചേട്ടന് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, എന്നാലും ശ്രമിക്കുവാണ്. സോ അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ണച്ചേട്ടൻ ഇപ്പം തുണി തയ്ക്കുന്നതാണ് കാണുന്നത് ഗൈസ്. ഹാർഡ് വർക്കിംഗ് ബോയ് ഇൻ ദ വേൾഡ്. ഗ്രീൻ ഫ്ലാഗ് ആവാനുള്ള എല്ലാ ക്വാളിറ്റിയും നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. വേണ്ടവരെ ഇൻസ്റ്റാഗ്രാമായിട്ട് താഴെ കൊടുത്തേക്കാം. വേണ്ടവരെ കമന്റ് ബിലോ. ഗ്രീൻ ഫ്ലാഗ് ആണ്. പിന്നെന്താ ക്വാളിറ്റി ഉള്ളത്? എല്ലാ ക്വാളിറ്റീസും ഉണ്ട് ഗൈസ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കമന്റില്. മറ്റേ പൊങ്ങി വരുമോ? ഓക്കെ, ഞങ്ങളാണ് ഗൈസ്. പാവം ഇവനിവിടെ മിണ്ടാതിരിക്കുകയാണ് ഇപ്പോഴും. ആരോടും മിണ്ടത്തില്ല. ഒരു ഇൻട്രോവേർട്ടാണ്, പക്ക ഇൻട്രോവേർട്ടാണ് ഇവൻ. ഇപ്പോഴും ഇൻട്രോവേർട്ടാണ്. ആരും ഇല്ല സമയത്ത് തന്നെ ചെവിതല ഏൽപ്പിക്കത്തില്ല. നമ്മളിപ്പോൾ കാണുന്നത് ഇവർ മണ്ടലിക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് തയ്ക്കുന്നതാണ്. കണ്ണൻ ചേട്ടൻ കഴിച്ച് പകുതി ആയിട്ടുണ്ട്. അവർ കാർഡ്സ് കളിക്കുന്നതിൻ്റെ തിരക്കിലാണ്. എന്തെങ്കിലും പറയാനുണ്ടോ പുതിയ ഡ്രസ്സിനെ പറ്റി? തയ്ക്കുന്നതിന് ഒന്നും പറയാനില്ല. ഓക്കെ, ദാമുവാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണൻ ചേട്ടൻ. ഇതൊന്നും പറയില്ല, ഇങ്ങനത്തെ വാക്കൊന്നും പറയാം. മൈനയാണ് ഇപ്പൊ കളിക്കാൻ പോകുന്നത് ഗൈസ്. കാർഡ്സ് വെച്ചിട്ടുള്ളത്. മൈന സ്റ്റാൻഡേർഡ് അല്ല, അപ്പൂപ്പന്മാര് കളിക്കുന്ന ഗെയിം. ഇവിടെ വരെ ആയിട്ടുണ്ട് ഗൈസ്. കണിച്ചിട്ട് ഫൈനലി പ്രൂവ് ചെയ്ത് കണിച്ചിട്ട് തയ്ക്കാൻ പറ്റുമെന്ന്. അതാണിപ്പോൾ കാണുന്നത്. കണ്ടോ, ടാലൻറ്റഡ് ബോയ് ആണ് കണ്ണൻ ചേട്ടൻ.
ഇതിങ്ങനെ മുറുക്കിയാണ് ഇപ്പോൾ വീണ്ടും കറക്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട്. ടാലൻറ്റഡ് ബോയ്. നമ്മൾ ഇതുവരെ ആ വില്ലമ്മീനെ കണ്ടുപിടിച്ചിട്ടില്ല. അവന് ഇതിനകത്ത് ഇവന് ഒളിച്ചിരിക്കുന്നത്. കുറേ നേരമായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട് വില്ലമ്മീൻ ഏതാണ്. ആ അതല്ലേ അവൻ, ഓറഞ്ച് കൊണ്ട് ഇവനാണ് ഇതിനകത്തിലെ ഗപ്പി കുഞ്ഞുങ്ങളെല്ലാം തിന്നുന്ന ആൾക്കാർ. മനുഷ്യല്ലേ, മീൻ. സോ ഇവന്മാരെ തിന്നുന്നതാണ്. പിന്നെ ഇന്നത്തെ കുറേ കൊഞ്ചൊക്കെ ഉണ്ട്. കണ്ടിരിക്കുന്ന കണ്ടോ, ഇതാണ് മറ്റേ കൊഞ്ച്. കണ്ടോ കൊഞ്ചിനെ കണ്ട തന്നെ. കണ്ട് ഇവരെന്തൊരു സന്തോഷമായ കുടുംബമാണ്. അതിൻ്റെ ഇടയ്ക്ക് കരടായിട്ട് വന്ന ആ ഓറഞ്ച് മീനാണ്. അവൻ എന്ത് ചെയ്യുന്നു, ഇവനും ഈ കൊഞ്ച് മനുഷ്യന്മാരും കൊഞ്ചാൾക്കാരും. പിന്നെ ഇവൻ പാവമാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. ഇവനാണ് ഓറഞ്ച് വേണ്ട, ഇവനല്ലേ ഓറഞ്ച്? അല്ല ഇവനല്ല, മറ്റെല്ലാവരും ഇവരെന്തെങ്കിലും കഴിക്കുന്ന ആൾക്കാർ. അല്ല ഇവനാണോ? എനിക്ക് എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു. ഇപ്പം എനിക്ക് മനസ്സിലാവും. പിടിച്ച് അവനെ നമ്മളിപ്പോൾ പിടിക്കാൻ പോണം ഗൈസ്. അവനെല്ലാവരും ബുദ്ധിയുണ്ടോ? അവന് ഭയങ്കര ഫ്ലേവറാണ്. ആണോ? എനിക്കറിയത്തില്ല എന്തോ പേരൊക്കെ. ഓ എന്തു പറ്റി? അതറിയില്ല. ഞാൻ ഇത് ഷൂട്ടാ. കണ്ടോ ഗായ്സ്, ഞങ്ങൾ ഇവരെല്ലാം നോക്കുകയാണ്. ഞങ്ങൾ ഇത്രയും പേരും കൂടെ. ഓക്കെ കട്ട് ചെയ്യാം. ആ ഓറഞ്ചിനെ നോക്കുന്നത്. ഓറഞ്ചിനെ ഇവിടെ ഒന്നും കാണുന്നില്ല തോന്നുന്നു. എൻ്റെ കൊഞ്ചിനെ കണ്ട, ഇതാണ് കൊഞ്ച്. അല്ല സക്കറ. ഗൈസ് ഇത് കണ്ടോ, കാണിച്ച്. ഇത് കണ്ടോ, ഒരു മൂന്ന് പോലെ തോന്നില്ല ദൂരെ വെക്കാൻ നേരം. കണ്ടോ, വാവ് വണ്ടർഫുൾ. കൊള്ളാം അല്ലേ? ഇതിൻ്റെ അതൊരു സംഭവമാണ്. നമ്മളിപ്പോൾ കാണുന്ന മീർ സ്റ്റിൽ റൈറ്റിംഗ് ആണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. റെക്കോർഡ് എഴുതുകയാണ് മീർ. ഞങ്ങൾ ഇനി എന്തെങ്കിലും കാർഡ്സോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുവരെ നമ്മളിങ്ങനെ ചുമ്മാതെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചുമ്മാതെ ഇങ്ങനെ ഇരിക്കുക. ഇനി വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാനും അപ്ഡേഷൻസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, പിന്നെ കാണാം. ബൈ.